Godspeed to the city streets. We began to feel the fire. Hello, today I am going to discuss about photo story. What is photo story and how can create a photo story? Hi, it's me Saila and this is my YouTube channel. എന്താണ് ഫോട്ടോ സ്റ്റോറി? ഫോട്ടോ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫോട്ടോയിലൂടെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. അതായത് ഒരു ഫോട്ടോ കിട്ടിയാൽ നമുക്ക് അതിൽ നിന്നൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് പല ഇൻഫോർമേഷൻസ് കിട്ടും. അങ്ങനെ നമ്മൾ ഓരോ ഫോട്ടോകൾ യൂസ് ചെയ്തിട്ട് ആളുകളിലേക്ക് ഒരു ഇൻഫോർമേഷൻ എത്തിക്കാം. ഒരൊറ്റ ഫോട്ടോ ഉപയോഗിച്ച് നമുക്കതിൽ അത് കാണുമ്പോൾ ഇത് എപ്പോൾ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, ഏത് സമയത്ത് സംഭവിച്ചു, അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഫോട്ടോസ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഒരു കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെ അതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഫോട്ടോ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഫോട്ടോ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഫോട്ടോ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ടോപ്പിക്കാണ്. അതായത് ഒരു കണ്ടന്റ് വേണം, അല്ലെങ്കിൽ ഒരു വിഷയം. ആ വിഷയത്തിൽ ആ സബ്ജക്റ്റ് വെച്ചിട്ട് നമുക്കൊരു ഫോട്ടോ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. എക്സാമ്പിൾ നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഇഷ്യൂസ്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ടോപ്പിക്ക് വെച്ചിട്ടും നമുക്ക് ഫോട്ടോ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിന്ന് സെലക്ട് ചെയ്ത ടോപ്പിക് എന്താ വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നടന്നിരുന്ന ഒരു വിഷയമായിരുന്നു. ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഒരു ഫോട്ടോ സ്റ്റോറി ചെയ്യുന്ന സമയത്ത് കത്തി നിന്നൊരു വിഷയമായിരുന്നു. അതായത് പ്രപ്പോസൽ, അതായത് ഒരാൾ ഇഷ്ടം പറഞ്ഞാൽ അത് നിരസിച്ചതിൻ്റെ പേരിൽ അയാളെ കൊല്ലുക, അല്ലെങ്കിൽ ആസിഡ് ഒഴിക്കുക, അങ്ങനത്തെ ഒരു സംഭവം. അങ്ങനെയുള്ള ഒരു ഇഷ്യൂവിനെ വെച്ചിട്ടാണ് ഞാൻ ഫോട്ടോ സ്റ്റോറി ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വിഷയങ്ങളും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഫോട്ടോ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റിന് മുന്നേ നമ്മൾ എന്താണോ വിചാരിച്ച സബ്ജക്റ്റ് അതിനെക്കുറിച്ചൊരു ബ്രീഫ് സ്റ്റോറി, അല്ലെങ്കിൽ ഒരു എഴുത്ത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. എന്നിട്ട് അത് നമ്മൾ സ്ക്രിപ്റ്റിലേക്ക് മാറ്റാം. ഒരു റിട്ടൺ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് അതിൽ സീൻ ഉണ്ടായിരിക്കണം, ഷോട്ട് ഉണ്ടായിരിക്കണം, പിന്നെ അതിൽ നമ്മുടെ എന്താ പറയുക, ക്യാരക്ടേഴ്സിനെ കുറിച്ചും, എവിടെ നടക്കുന്നു, ഇൻറ്റീരിയർ ആണോ എക്സ്റ്റീരിയർ ആണോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത സ്ക്രിപ്റ്റിൽ എന്താ പറയുക, ഒരു ഒറ്റ സീനാണ് ഉണ്ടായിരുന്നത്. കാരണം ഇതൊരു പുറത്ത്, അതായത് വീടിൻ്റെ ഉള്ളിൽ ഒരു വഴിയോരത്ത് നടക്കുന്ന സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ ഒറ്റ സീനേ ഉള്ളായിരുന്നു. ഈ ഒറ്റ സീനിൽ തന്നെ 9 ഷോട്ടുകൾ വെച്ചിട്ടാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്താ വെച്ചാൽ, ഈ സ്ക്രിപ്റ്റ് നമുക്ക് സ്റ്റോറി ബോർഡായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഒരു സ്റ്റോറി ബോർഡ് സ്ക്രിപ്റ്റിലൂടെ ക്രിയേറ്റ് ചെയ്തത്. ഇതൊരു പ്രീ പ്രൊഡക്ഷൻ വർക്ക്സ് ആണ്, സ്ക്രിപ്റ്റും സ്റ്റോറി ബോർഡും പിന്നെ സ്റ്റോറി റൈറ്റിംഗ് ഒക്കെ. അപ്പോൾ ഈ പ്രീ പ്രൊഡക്ഷൻ വർക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആക്കുന്നോ അത്രത്തോളം നമുക്ക് പ്രൊഡക്ഷൻ വർക്ക് സിമ്പിളാക്കാൻ പറ്റും, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സും സിമ്പിളാക്കാൻ പറ്റും. അപ്പോൾ സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എഴുതി വെച്ച സ്ക്രിപ്റ്റ് അതൊരു ചിത്രത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതായത് വരച്ചിട്ടെടുക്കുക. എങ്ങനെ ആയിരിക്കണം ആ ഷോട്ട്, എങ്ങനെ ഞാൻ ക്യാമറ എവിടെ നിൽക്കണം, അപ്പോൾ ഇത് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു സംഭവം ബേസിക്കായിട്ട് വരച്ചെടുക്കുക. അതിന് വലിയ ആർട്ടിസ്റ്റ് ആവണമെന്നൊന്നുമില്ല, നമുക്ക് എങ്ങനെ പറ്റണത് അത് വെച്ചിട്ട് ചെയ്യാം. So loud as the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild, never sleep, never stop. ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറി ബോർഡാണിത്.
ഇങ്ങനെ സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ അതിനെ എന്താ പറയുക ഷൂട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അത്ര വലുതാക്കി വരക്കണമെന്നൊന്നുമില്ല. ഈ ഒരൊറ്റ പേജ് മതി ഇതിന്. ഞാൻ ഇതിൻ്റെ ഭാഗത്ത് കൂടി ഇത് കുറച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി എളുപ്പത്തിലാണ് ഇത്രയും വലുതാക്കി വരച്ചതിൻ്റെ ആവശ്യമില്ല. ഈ ഒറ്റ പേജിൽ തന്നെ നമുക്ക് ചെറുതാക്കി വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഈ ഒരു സംഭവം ഞാൻ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് മുന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിഷ്വൽ, അതായത് ബിഹൈൻഡ് ദ സീൻസ് ഒന്നും ഇല്ല. അപ്പം ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട് വന്നിട്ടുള്ളത്, നമ്മൾ ഈ സ്റ്റോറി ബോർഡിൽ വരച്ച പോലെ തന്നെയാണോ ഔട്ട് ഉള്ളതെന്നും നമ്മൾ വിചാരിച്ച പോലെ ആളുകളിലേക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഫോട്ടോസ് ഏതാണെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഔട്ട്. ഇതിൽ ഷോർട്ട് 1 വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നായികയെ കാത്തിരിക്കുന്നു, ലെറ്ററൊക്കെ ആയിട്ട്. പിന്നെ രണ്ടാമത്തെ ഷോട്ട് വരുന്നത് നായിക അടുത്തെത്തിയിട്ടുള്ള ആ ഒരു എന്താ പറയുക, അവൻ നായകൻ ആ ലെറ്റർ നീട്ടുന്ന ഒരു സംഭവം, കൊടുക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ മൂന്നാമത്തെ ഷോട്ടാണ്. മൂന്നാമത്തെ ഷോട്ടിൽ വരുന്നത് നമ്മുടെ നായിക അത് റിജക്റ്റ് ചെയ്യുന്നു, കൈയൊക്കെ ചൂണ്ടിയിട്ട് റിജക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം. മുഖത്തുള്ള എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾക്ക് തീരെ താല്പര്യമില്ല എന്നുള്ളൊരു സംഭവം മനസ്സിലാവും. പിന്നെ വരുന്നത് നാലാമത്തെ ഷോട്ടാണ്. നാലാമത്തെ ഷോട്ട് അവൾ തിരിച്ചു പോകുന്നതും അവനത് നോക്കി നിൽക്കുന്ന ഒരു സംഭവം, ലെറ്ററും പിടിച്ചിട്ട്. അഞ്ചാമത്തെ ഷോട്ടാണ് വരുന്നത്. അഞ്ചാമത്തെ ഷോട്ടിൽ അവൻ അത് ആ കത്തി എടുക്കുന്നത്. അപ്പം നമ്മൾ ക്യാമറ വെച്ചിട്ടുള്ളത് നമ്മുടെ നായകൻ്റെ ഒരു ബാക്ക് വശത്ത് കുറച്ച് എന്താ പറയുക, നായകന് കൂടുതൽ ഷോട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ, നായകനൊരു പിളറായ രീതിയിലുമാണ് കാണിക്കുന്നത്. അവൾ നടന്നു പോയിട്ടുണ്ട്, അവൻ കത്തിയെടുക്കുന്ന ഒരു പോക്കറ്റിൽ നിന്ന് കത്തിയെടുക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ആറാമത്തെ ഷോട്ടിൽ അവൻ കത്തിയെടുത്ത് പിടിച്ച് നിൽക്കുന്നത്, ഇതും ആ സെയിം ആ ഒരു ആംഗിളിൽ തന്നെ എടുത്ത ഒരു ഷോട്ടാണ്. നമ്മൾ സ്റ്റോറി ബോർഡ് എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മൾ അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഏഴാമത്തെ ഷൂട്ട് വരുന്നത് അവൻ കുത്താൻ വേണ്ടിയിട്ട് ഓടി വന്നിട്ട് കുത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സംഭവം. പിന്നെ എട്ടാമത്തെ ഷോട്ടിൽ അവൻ കുത്തി അവൾ വീണ്, അതായത് അവൾ കാലും വീണ് കിടക്കുന്ന ഒരു കാലും ആ ഭാഗമൊക്കെ കാണിക്കുന്നുള്ളൂ. പിന്നെ അവൻ ഓടിയിട്ട് അവന് ചെരുപ്പൊക്കെ തെറിച്ച് അങ്ങനത്തെ അവിടെ വീണിട്ടുള്ള ഓടുന്ന ഒരു രംഗം, അതാണ് കാണിക്കുന്നത്. പിന്നെ ഒമ്പതാമത്തെ ഷോട്ട്, അതായത് ഫൈനൽ ഷോട്ടിൽ അവൾ വീണ് കിടക്കുന്നതും ആ കത്തി കൊണ്ടിട്ട് എന്താ പറയുക, ആ കത്തിയിൽ പിടിച്ചിട്ട് നിൽക്കുന്ന, അതായത് കുത്തിയിട്ടുണ്ട് പിടിച്ചിട്ട് നിൽക്കുന്ന, അപ്പോൾ ചോര വാർന്നു നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒമ്പതാമത്തെ ഷോട്ടിലൂടെ ഇത് ഫിനിഷായി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുക, നമ്മൾ സമൂഹത്തിലുള്ള ഒരു വിഷയമാണ് ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫോട്ടോ സ്റ്റോറി എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, അധികം റിസ്ക് ഒന്നും ഇല്ലാത്ത പരിപാടിയാണ്. നമുക്ക് നമ്മുടെ എന്താ പറയുക കാര്യങ്ങൾ, നമ്മുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ സമൂഹത്തിലുള്ളൊരു വിഷയത്തിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫോട്ടോയിലൂടെ നമുക്ക് ആളിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരു അത്യാവശ്യം അടിപൊളിയായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളുണ്ട്, അരുൺരാജ് എന്നാണെന്ന് തോന്നുന്നു ഫോട്ടോഗ്രാഫി, അവരുടെ പേര്. ഫോട്ടോ സ്റ്റോറി ആണ് അത് മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ID പോയിട്ട് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും എന്തെല്ലാം ഫോട്ടോ സ്റ്റോറിയിലൂടെ നമുക്ക് അദ്ദേഹം ഒരുപാട് എന്താ പറയുക വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം ആ ഫോട്ടോയിലൂടെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഇങ്ങനെ നമ്മുടെ ഒരു ആശയം ആളുകളിലേക്ക് എത്തിക്കാനും നമ്മുടെ ഒരു രാഷ്ട്രീയം ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ ഫോട്ടോ സ്റ്റോറിലൂടെ സാധിക്കും. അങ്ങനെ ഉള്ള ഫോട്ടോ സ്റ്റോറി ക്രിയേറ്റേഴ്സിനെ ഒക്കെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യുക. ആൻഡ് താങ്ക് യു.